ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസിൻ ഫുഡ് സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ വന്നിരിക്കണം നൂൽ പൊറാട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് നൂൽ പൊറാട്ട ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നൂൽ പൊറാട്ട ഉണ്ടാക്കാൻ ഞാൻ 1/2 കിലോ മൈദയാണ് ഇട്ട് എടുത്തൊക്കെ ഉണ്ട്. അതിക്ക് പാകത്തിന് ഉപ്പും പാകത്തിന് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഞാനൊരു നൂൽപുട്ട് കുറ്റിക്ക് കുറച്ച് മൈദ കുഴച്ചത് വെച്ച് കൊടുത്തിട്ട് നൂൽപുട്ടും കുറ്റിൻ്റെ അടപ്പൊക്കെ ചുറ്റിച്ചടച്ചിട്ട് ഇനി ഇതൊന്ന് നൂൽപുട്ടൊക്കെ ചുറ്റിച്ചെടുക്കണം. അതേപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്ലേറ്റൊക്കെ ചുറ്റിച്ചെടുക്കണം. പക്ഷേ ഒരു നിലക്കും മാവ് പുറത്തേക്ക് വരുന്നില്ല. ആവുന്നതും ശ്രമിച്ചിട്ടാണ് കേട്ടോ ഇത്രയും മാവ് പുറത്തേക്ക് വന്നത് തന്നെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ നൂൽ പൊറാട്ടയൊക്കെ ചുറ്റിച്ചെടുക്കുന്നതുകൊണ്ട് കൈയൊക്കെ കടച്ചിലുകൊണ്ടും വേദന കൊണ്ടും കുഴമ്പിട്ട് ഉയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നൂൽ പൊറാട്ടൻ്റെ പരിപാടി അവിടെ നിർത്തിച്ചു. അത്രക്കും നല്ല വേദന കിട്ടുക കയ്യിന്. ചിലവത് റെഡിയാവും, ചിലവത് റെഡിയാവില്ല. എൻ്റെ നൂൽ പൊറാട്ട എന്തായാലും റെഡി ആയിട്ടില്ല കേട്ടോ മക്കളെ. അങ്ങനെ ഞാൻ 4 എണ്ണം എങ്ങനെയൊക്കെയോ ചുറ്റിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെളിച്ചെണ്ണയിലൊക്കെ കിട്ടുന്നത് നല്ല ഏത് എണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു എണ്ണ കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ 1 മണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. അപ്പോൾ ഒന്ന് മാവ് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പൊറാട്ടയാണല്ലോ, അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ വേണം. എന്നിട്ട് പിന്നെ ശേഷം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി ഇപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു പരത്തി എടുത്ത് കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ അതിനൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചിലായി. അങ്ങനെ ഇപ്പോൾ ഒന്ന് ചുട്ടെടുത്തു. ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചുട്ടെടുക്കട്ടെ. പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ നൂൽപുട്ടും ചില്ലിൻ്റെ അതേ സെയിം ഉണ്ടല്ലോ, കുറച്ച് വലുത്, അതിൽ ചുറ്റിച്ചെടുക്കാനിട്ടുണ്ട്. അത് രാവിലത്തെ കടിയല്ലേ, അപ്പോൾ പെട്ടെന്നാവാനേ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ മടക്കി പൊറാട്ടയൊക്കെ ഉണ്ടാക്കിയാലും മതിയായിരുന്നു. പക്ഷേ ഞാൻ വേറെ ഒന്നിനും മെനക്കെട്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണോണ്ട് തന്നെ മൈദ എങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾ കഴിക്കും. പൊറാട്ട പരുവമായാൽ മതി. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 4 ചുട്ട് റെഡിയായപ്പോൾ കൂട്ടിയടിച്ചു. അപ്പോഴും പൊറാട്ടയ്ക്ക് ഒരു ബലം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോരും കേട്ടോ. പക്ഷെ ടേസ്റ്റൊക്കെ പൊറാട്ടൻ്റെ അതേ ടേസ്റ്റാണ്. രൂപത്തിൽ അത്ര വന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നൂൽ പൊറാട്ടൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും നൂൽ പൊറാട്ട ഉണ്ടാക്കിയിട്ട് എന്തായി, റെഡിയായോ? നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും വീഡിയോക്ക് താഴത്തൊന്ന് ലൈക്ക് ചെയ്യാൻ, പുതുതായിട്ട് നമ്മളെ വീഡിയോ കാണുക കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കണം അമർത്തിയിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്തൊരു ഷെയർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.